ലൈഫ് ഒഫീഷ്യലി ബൈ ഇന്ദു. ഞാനിന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് ചെയ്യുന്നത്. ഇപ്പോൾ ടൈം 6:30 ആയി. അപ്പോൾ ഞാൻ എണീറ്റു, ബ്രഷൊക്കെ ചെയ്തു. ഇനി താഴോട്ട് പോട്ടെ. ഞാൻ താഴോട്ട് വന്നു. ഇപ്പോൾ സമയം 6:30 ആയെങ്കിലും ഒരു 9 മണി 10 മണിയുടെ ടൈം പോലെയാണ്. വെയിലൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിനി ചെടികൾക്ക് വെള്ളം ഒഴിക്കാം. ഇതിന് തന്നെ ഇവർക്കുള്ള വെള്ളം കൊടുക്കാം ചെടികൾക്ക്. എല്ലാത്തിനും വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ വേസ്റ്റ് കൊണ്ട് കളയാൻ പോയിട്ട് വരാം. ഇന്ന് നടക്കാൻ ഈവനിങ്ങിൽ പോകാമെന്ന് വിചാരിച്ചു. ഇവിടെ അടുത്ത് തന്നെയാണ് വേസ്റ്റ് കൊണ്ട് കളയാൻ പോണത്. തിരിച്ചു പോവാം. കുറേ സ്കൂൾ ബസ്സുകൾ കാണാൻ ഈ നേരത്ത്. കുറേ വണ്ടികൾ കുറവാണ് ഇപ്പം. ഗാർബേജ് ബാഗ് ഇടാം. അപ്പം അത് കഴിഞ്ഞു. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഉപ്പുമാവും സ്റ്റൂ ഉണ്ടാക്കാമെന്ന് വെച്ചു. അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. 2 ക്യാരറ്റ്, ബീൻസ്, സവാള, വേപ്പില, പച്ചമുളക്, ഇഞ്ചി ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം, അത്രേ ഉള്ളൂ. ഇട്ടിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. 1.5 കപ്പ് റവ ഇട്ടിട്ട് വറുത്തെടുക്കാം. ഇത് റോസ്റ്റ് റവയാണ്, എന്നാലും ഒന്ന് വറുക്കണം. റോസ്റ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ റവ വറുത്ത് കഴിഞ്ഞ് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. തുടങ്ങാം. ആദ്യം തന്നെ പാത്രം വെച്ച് ഗ്യാസ് കത്തിക്കാം. കോക്കനട്ട് ഓയിലോ ഗീയോ എന്തെങ്കിലും ഒഴിക്കാം. പക്ഷെ ഗീയാണ് ഞാൻ ഒഴിക്കാറ്. പക്ഷേ ഗീ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്ത് ഗീയാക്കി യൂസ് ചെയ്യാൻ പോകണം. സവാള, ക്യാരറ്റ്, പച്ചമുളക്, ഇഞ്ചി, വേപ്പില, കറിവേപ്പിലൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഒന്നായി കഴിയുമ്പോൾ നമുക്ക് ബാക്കിയെല്ലാം ഇട്ട് കൊടുക്കാം. സവാള, ക്യാരറ്റ്, വേപ്പില ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് റോസ്റ്റ് ചെയ്ത് വെച്ചാൽ റവ ചേർത്ത് സിമ്മിലിട്ടാൽ മതിയാവും. അപ്പോൾ ഉപ്മാവ് റെഡിയാണ്. നമുക്കിത് ഓഫ് ചെയ്യാം. ഒരു കുക്കർ ഗ്യാസിൽ വയ്ക്കാം.
അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ്, ബീൻസ്, പൊട്ടറ്റോ, ഒനിയൻ ഇതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. പച്ചമുളക്, ഇഞ്ചി ഇതെല്ലാം ഇട്ട് കൊടുക്കാം. ഇത് വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ച് വെള്ളം ഉപ്പിട്ടിട്ട് അടച്ചു. വെജിറ്റബിൾസ് നന്നായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് രണ്ടാം ഭാഗം വെജിറ്റബിൾസ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് രണ്ടാം ഭാഗം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇപ്പോൾ തിളച്ച് വരുന്നുണ്ട്. ഇതിലേക്ക് ഇനി ഒന്നാം പാൽ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് വറുത്ത് വെച്ച് കാഷ്യൂനട്ടും മുന്തിരിയും ചേർത്ത് കൊടുക്കാം. അപ്പം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അങ്ങനെ കുറച്ച് നേരം TV കണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ വെസ്റ്റോണിൽ പോവാണ്. അവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. നല്ല വെയിലുണ്ട്. പോയിക്കൊണ്ടിരിക്കും. അപ്പം ആ സാധനങ്ങളൊക്കെ വാങ്ങി തിരിച്ചു വരാണ്. അധികമൊന്നും വാങ്ങാണ്ടായില്ല. വേഗം പോരാൻ. ലഞ്ച് റെഡിയായി. ഇന്നലത്തെ സോയാ ബിരിയാണിയും സാലഡുമാണ്. ലഞ്ച് കഴിഞ്ഞ് കുറച്ച് നേരം ഉറങ്ങി. അത് കഴിഞ്ഞിട്ട് പിസ്സ ഉണ്ടാക്കാൻ തുടങ്ങി. ഇന്ന് പിസ്സ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഡോ റെഡിയാക്കാം. പിസ്സ ഡോ റെഡിയാക്കാനായിട്ട് ആദ്യം തന്നെ കുറച്ച് വാം മിൽക്ക് എടുക്കാം. അതിലേക്ക് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് 1 സ്പൂൺ ഇടാം. 1 സ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ്. കുറച്ച് ഉപ്പിടാം. ആവശ്യത്തിനുള്ള ഉപ്പിടാം. 1 സ്പൂൺ പഞ്ചസാര. ഒന്നര സ്പൂൺ പഞ്ചസാര ഇടാം. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. ഇതിലേക്ക് ഇനി ആവശ്യത്തിന് നമുക്ക് മൈദ പൗഡർ, ഓൾ പർപ്പസ് ഫ്ലോർ, മൈദ ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്യാം. ഇതൊന്ന് കുഴച്ചെടുക്കാം. പിസ്സ ഡോ എന്നിട്ട് കുഴച്ചെടുത്ത് റെഡിയാണ്. ഇതൊരു 3-4 മണിക്കൂർ നമുക്ക് വയ്ക്കാം. അപ്പോൾ പിസ്സ ഡോ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ പിസ്സ സോസ് ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു സവാള റഫ്ലി ചോപ്പ് ചെയ്തെടുത്തത്, അതുപോലെ 2 തക്കാളി, ഒരു 10 അല്ലി വെളുത്തുള്ളി, ഒരു 3-4 ഉണക്കമുളക്, പിന്നെ 2 സ്പൂൺ സോസ്, പിന്നെ ഒറിഗാനോ ആണത്.
ആദ്യം തന്നെ ഒരു കുക്കർ എടുക്കുക. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം. അത് ഒരു 4 ഒരു ക്രോസ് കട്ട് ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. അപ്പോൾ പെട്ടെന്ന് തൊലിയൊക്കെ പൊളിച്ചു വിട്ടാൽ എളുപ്പത്തിൽ ഇത് വേവിച്ച് കഴിഞ്ഞിട്ട് തൊലി പൊളിച്ച് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ക്രോസ് ആയിട്ട് ഇടാം. ഇനി നമുക്ക് 4 പച്ചമുളകുകൾ ഇടാം. പിന്നെ നമ്മുടെ 10 ഉള്ളി, വെളുത്തുള്ളി, സവാള ഇട്ട് കൊടുക്കാം. ഉപ്പ് ഇടേണ്ട ആവശ്യമില്ല. നമുക്കിനി ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് വേവിക്കാൻ വയ്ക്കാം. 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു. നമുക്കിത് കുക്കർ അടച്ച് വേവിക്കാൻ വയ്ക്കാം. ഹോം മെയ്ഡ് പിസ്സ സോസിന് ആവശ്യമായ തക്കാളി, വെളുത്തുള്ളി, സവാള, ഉണക്കമുളക് എല്ലാം നമ്മൾ കുക്കറിൽ 2 വിസിൽ കേൾപ്പിച്ചിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് തണുത്തിട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. പിസ്സ സോസ് ഉണ്ടാക്കാൻ ആദ്യം തന്നെ ഒരു പാന് ഗ്യാസിൽ വയ്ക്കാം. ഓൺ ചെയ്യാം. ഇതിലേക്ക് അല്പം ബട്ടർ ആഡ് ചെയ്യാം. ഓയിലോ വേറെ എന്തെങ്കിലും യൂസ് ചെയ്യാം. പക്ഷെ വെളിച്ചെണ്ണ യൂസ് ചെയ്യാൻ പാടില്ല. ബട്ടർ മെൽറ്റ് ആവുമ്പോൾ നമുക്ക് കാശ്മീരി ചില്ലി 2 സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി എടുത്ത് വെച്ചിരിക്കുന്ന പേസ്റ്റ്, ടൊമാറ്റോ പേസ്റ്റ് മിക്സിയിൽ അടിച്ചിട്ടില്ല ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ആഡ് ചെയ്യാം. ഇതിലേക്ക് 2 സ്പൂൺ ടൊമാറ്റോ സോസ് ആഡ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. തെറിക്കാൻ ചാൻസ് ഉള്ള സാധനമാണത്. തെറിക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി ഒറിഗാനോ ആഡ് ചെയ്യാം. ലാസ്റ്റായിട്ട് ഒരു 1/2 സ്പൂൺ ഒറിഗാനോ ആഡ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം തിക്കാണിത്. അപ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഹോം മെയ്ഡ് പിസ്സ സോസ് റെഡിയാണ്. പിസ്സയ്ക്കുള്ള ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വയ്ക്കാം. അതിലേക്ക് ഒരു 500 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആദ്യം കേട് ഒഴിക്കും. തൈര് ഒഴിക്കുക. ഒരു 3 സ്പൂൺ തൈര് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാം. ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യമുള്ള ഉപ്പിട്ടു. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ടു. അതുപോലെ മുളക് പൊടി ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്യാം. ഫ്രിഡ്ജിൽ വെച്ച് നല്ലതാണ്. 2 സ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ഫ്രിഡ്ജിൽ ഒരു മാരിനേറ്റ് ചെയ്യാൻ കുറച്ച് നേരം വയ്ക്കാം. പുറത്ത് വെച്ചാലും കുഴപ്പമില്ല, ഫ്രിഡ്ജിൽ വയ്ക്കാൻ നല്ലതാണ്. പിസ്സയ്ക്ക് വേണ്ടി മാരിനേറ്റ് ചെയ്ത് വെച്ച് പിസ്സ ഉണ്ടാക്കുന്ന തന്നെ പിസ്സ ഡോയാണ്. നമുക്കത് ഉണ്ടാക്കുന്നത് കാണിച്ചിട്ടുണ്ട് ആദ്യം തന്നെ. പിന്നെ ചീസ്, മൊസറല്ല ചീസാണ്. പിന്നെ ഇത് ഹോം മെയ്ഡ് പിസ്സ സോസാണ്. അതുപോലെ ടോപ്പിങ്സിനായിട്ട് എന്ത് വേണമെങ്കിലും വെജിറ്റബിൾസോ എന്ത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ക്യാപ്സിക്കം ഉണ്ട്, യെല്ലോ ക്യാപ്സിക്കം, ഗ്രീൻ ക്യാപ്സിക്കം, ഒനിയൻ, അതുപോലെ ചിക്കനൊന്ന് മാരിനേറ്റ് ചെയ്ത് ഫ്രൈ ചെയ്തിട്ടാണ്, ഷാലോ ഫ്രൈ ആണ് ചെയ്തത്. ആദ്യം തന്നെ പാനിൽ പിസ്സ ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ എടുത്തിട്ട് അതിൽ
നമ്മുടെ ബട്ടർ ഗ്രീസ്. ഇതിലേക്ക് പിസ്സ സോസ് അപ്ലൈ ചെയ്യാം. ഹോം മെയ്ഡ് പിസ്സ സോസാണ്. നമ്മുടെ ആവശ്യത്തിന് എല്ലാം എടുത്തിട്ട് കൊടുക്കാം. എത്ര വേണമെന്ന് വെച്ചാൽ നന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിൽ നമുക്ക് ചീസ് ഇട്ട് കൊടുക്കാം. കുറച്ച് ചീസ് ഞാൻ ഇടുന്നുള്ളൂ. ചീസ് മോസറല്ലയാണ് എനിക്ക് ഇത്ര ഇഷ്ടമല്ല. ചീസ് കുറച്ച് മാത്രം സ്പ്രെഡ് ചെയ്യാൻ. എനിക്ക് എത്ര വേണമെങ്കിൽ ചീസ് ആഡ് ചെയ്യാം. കുറച്ചുകൂടി ആവാം. ചീസ് ആഡ് ചെയ്തു. ഇതിലേക്ക് നമ്മളിനി ടോപ്പിങ്സ് ആയിട്ട് റെഡ് ബെൽ പെപ്പറും ഗ്രീൻ ബെൽ പെപ്പറും എടുത്തിട്ടുണ്ട്. അതുപോലെ സവാളയുണ്ട്. അത് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്തു. നമുക്കിനി ടോപ്പിംഗ് ആയിട്ട് ചിക്കൻ ശാലോ ഫ്രൈ ചെയ്ത് വെച്ചത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചിക്കൻ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ മേലേക്ക് കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്യാം. ക്രഷ്ഡ് ചില്ലി അല്പം. ഇങ്ങനെ സ്പൈസ് ലെവൽ എത്രയാണെന്ന് വെച്ചാൽ അതുപോലെ ആഡ് ചെയ്യാം. എനിക്കിത്തിരി സ്പൈസി ഇഷ്ടമാണ്. അപ്പോൾ അതുപോലെ ഞാൻ സ്പൈസി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒറിഗാനോ ആഡ് ചെയ്യാം. അപ്പോൾ ഒറിഗാനോ ആഡ് ചെയ്യുക. അതുപോലെ എനിക്ക് അധികം ഒറിഗാനോ ടേസ്റ്റ് ഇഷ്ടമില്ല, അപ്പോൾ ഞാൻ കുറച്ചിട്ടുള്ളൂ. അപ്പോൾ സെയിം പ്രൊസീജിയറിൽ നമുക്ക് ഒരു സ്ക്വയർ പീസ് ഉണ്ടാക്കാം. അത് ഓവനിലാണ് ഉണ്ടാക്കണേ. മറ്റേ സ്റ്റൗവിൽ പാൻ പിസ്സ. ഇതൊരു ബേക്കിംഗ് ട്രേ എടുത്തിട്ട് സ്ക്വയർ പീസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇത് ഓവനിൽ വയ്ക്കാം. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഫോർക്ക് വെച്ചൊന്ന് കുത്തി കൊടുക്കുകയാണ്. ഇതിലേക്ക് ആവശ്യത്തിന് പിസ്സ സോസ്, ഹോം മെയ്ഡ് പിസ്സ സോസ് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ റെസിപ്പി ഇടാം. സ്പ്രെഡ് ചെയ്യാം. ഇതിലേക്ക് ചീസ് ആഡ് ചെയ്യാം. ചീസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ചീസ് സ്പ്രെഡ് ചെയ്തു. ഇനി സെയിം പോലെ നമുക്ക് വെജിറ്റബിൾസ് സ്പ്രെഡ് ചെയ്യാം. ക്യാപ്സിക്കം, ഒനിയൻ, യെല്ലോ ആൻഡ് ഗ്രീൻ ക്യാപ്സിക്കം. ഇനി ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒറിഗാനോ ഇട്ടു. അതുപോലെ തന്നെ ചില്ലി ഫ്ലേക്സ്. അപ്പോൾ നമ്മൾ ഗ്യാസിൽ ഉണ്ടാക്കുന്ന പിസ്സ ഒരു 3 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിടുക. അത് കഴിഞ്ഞിട്ട് 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം. പിസ്സ ഓവനിൽ ബേക്ക് ആവുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റൗവിൽ വെച്ച ആദ്യ പിസ്സ റെഡി ആയിരിക്കുകയാണ്. അവനിൽ വെച്ച സ്ക്വയർ പിസ്സ റെഡിയായി വന്നിട്ടുണ്ട്. പിസ്സ എന്തായാലും അടിപൊളിയായി, നല്ല ടേസ്റ്റ് ഉണ്ട്. മറ്റേത് കഴിച്ചു നോക്കി. അങ്ങനെ ഇന്നത്തെ ഡേ ഏകദേശം അവസാനിച്ചു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.